ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ ഈ മാസത്തില് അറബി മാസത്തില് റബീഉൽ അവ്വൽ മാസത്തില് കാണുന്ന ഒരു പ്രത്യേകതയാണ് ആളുകൾ, വിശ്വാസികൾ, ഒരു വിഭാഗം ആളുകൾ അവരുടെ പള്ളികളും അതുപോലെ വീടുകളും പരിസരങ്ങളുമൊക്കെ തോരണങ്ങൾ തൂക്കി പലതരത്തിലുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിച്ച് പല രൂപത്തിലുള്ള മറ്റ് ആഘോഷങ്ങളെ അവലംബിച്ചുകൊണ്ട് മറ്റ് ആഘോഷങ്ങളെ, മറ്റു മതങ്ങളുടെ, മറ്റു സമുദായങ്ങളുടെ ആഘോഷങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ വീടുകളിലും പള്ളികളിലുമൊക്കെ അവർ സംഘടിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ആ പ്രവാചകന്റെ ജന്മത്തെ ഞങ്ങൾ ആഘോഷിക്കുകയാണ് എന്നാണ് അവർ ചോദിച്ചാൽ പറയുന്ന മറുപടി. യഥാർത്ഥത്തിൽ വലിയൊരു ശതമാനം ആളുകൾ, ഒരുപക്ഷെ നമ്മളെ ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചാൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രവാചകനെ സ്നേഹിക്കാൻ എന്ന പേരിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വളരെ ചെറിയ ഒരു വിഭാഗം, ഓരോ പ്രദേശത്ത് നോക്കിയാൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ വിഭാഗം ആളുകൾ ഇതിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കും. ഇങ്ങനെയുള്ള ഒരു സ്നേഹപ്രകടനം വേണ്ട എന്നവർ പറയുന്നു. സത്യത്തിൽ ഇതിന്റെ ഇടയിലുള്ള വിഭാഗം ആളുകളുണ്ടല്ലോ, അതായത് ഈ രണ്ടു കൂട്ടർക്കിടയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നറിയാതെ ഒരു വലിയ വിഭാഗം ആളുകൾ മാറി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആകെ ഏത് തീരുമാനമെടുക്കണമെന്നറിയാതെ അന്തിച്ചു നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു കൂട്ടര് ഇങ്ങനെ സ്നേഹിക്കുന്നത് പ്രവാചകനെ? ഇങ്ങനെ സ്നേഹിക്കുന്നതിന് എന്തിന് മറ്റുള്ളവര് അതിനോട് സഹകരിക്കാതിരിക്കുന്നു? ഇത് സ്വാഭാവികമായി ഉണ്ടാവേണ്ട ഒരു ചോദ്യമാണ്, അവരുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം. അതിന് കൃത്യമായ മറുപടി ഇതിൽ പങ്കെടുക്കാത്തവരുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. അവരെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ലെങ്കിൽ അവൻ ഇസ്ലാമിൽ തന്നെ ഇല്ല, അല്ലെങ്കിൽ അവൻ മുഅ്മിനല്ല എന്ന് തന്നെ പറയാൻ പ്രമാണങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. ലാ യുഅ്മിനു അഹദുകും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസികളാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെയും. ഇതിനേക്കാൾ അവന്റെ മാതാപിതാക്കളെക്കാൾ ഇഷ്ടപ്പെട്ടവൻ ഞാനാകണം. ഒരു വിശ്വാസിയുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ആ വിശ്വാസിക്ക് ഇഷ്ടപ്പെട്ടവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകണം. ഒരു വിശ്വാസിയുടെ മക്കളെക്കാൾ കൂടുതൽ അവർക്ക് പ്രിയപ്പെട്ടത് അവരുടെ റസൂലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കണം. അതുവരെയും ഒരാളും വിശ്വാസികളാവുകയില്ല. ഇനി മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യരെക്കാൾ ഇവിടെ ആരൊക്കെ സൃഷ്ടികളായിട്ടുണ്ടോ, ഈ മനുഷ്യ സമൂഹത്തിൽ ആരെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടോ, അവരെക്കാളൊക്കെ കൂടുതൽ ഒരു വിശ്വാസി സ്നേഹിക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു. ഇതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ഈ പള്ളിയിൽ ഇരിക്കുന്ന ഒരാൾക്കും സംശയമില്ലാത്ത കാര്യമാണ്. ഒരാളും ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തവരുമല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പ്രസിദ്ധമായ ഒരു സംഗതി ഉണ്ടല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അല്ലാഹുവിന്റെ ദൂതരെ, എന്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് താങ്കളെയാകുന്നു. എന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടം താങ്കളെയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞില്ല, വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഇല്ല ഉമറേ, നിന്റെ വിശ്വാസം പൂർത്തിയായിട്ടില്ല. നിന്റെ നഫ്സിനേക്കാൾ, നിന്റെ നഫ്സ് കഴിഞ്ഞാലാണല്ലോ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നിന്റെ നഫ്സിനേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നത് വരെയും നിനക്ക് വിശ്വാസിയാവുകയില്ല. നിന്റെ നഫ്സിനേക്കാൾ, നിന്നെക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കണം, അപ്പോഴേ നീ വിശ്വാസിയാവുകയുള്ളൂ. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫഇന്നഹുൽ ആന വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുവിന്റെ റസൂലേ, എങ്കിൽ ഞാൻ ഇതാ ഇപ്പൊ പ്രഖ്യാപിക്കുകയാണ്, എന്റെ ശരീരത്തെക്കാൾ, എന്നെക്കാൾ കൂടുതലായി ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാകുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പൊ ശരിയാ, ഇപ്പൊ നിന്റെ വിശ്വാസം ശരിയാ. അപ്പൊ ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രവാചകനും സഹാബത്തും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും തമ്മിലുള്ള ആത്മബന്ധം ഏത് രീതിയിലായിരിക്കണമെന്ന് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. എന്തിനു പഠിപ്പിച്ചു? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം എന്നതുകൊണ്ട് തന്നെ. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നത്? നമ്മൾ സ്നേഹിക്കണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് കൃത്യമായ ചില കാരണങ്ങളുടെ പേരിലാണ്. മക്കൾ തിരിച്ച് മാതാപിതാക്കളെ സ്നേഹിക്കുന്നതും അവരുടെ മനസ്സിൽ ആരെങ്കിലും നീ സ്നേഹിക്കണട്ടോ എന്ന് പറഞ്ഞിട്ടല്ല, അത് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വികാരമാണ്. എങ്ങനെയാ വികാരം ഉണ്ടായത്? അത് പരസ്പരം ആശ്രിതത്വത്തിന്റെ പേരിലുള്ള ഒരു വികാരം, പരസ്പരം സന്തോഷിപ്പിക്കുന്നതിന്റെ പേരിലുള്ള ഒരു വികാരം. ആരും ആരെയും സ്നേഹിക്കുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണ്. ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സ്നേഹം ഉണ്ടാകുന്നത്. സ്നേഹം ഉണ്ടാകുമ്പോഴാണ് ആ സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകുന്നത്. ഇത് മനുഷ്യന്റെ വികാരവുമായിട്ട് ബന്ധപ്പെട്ടതാ. അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും. അതാ പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയാ, ലഖദ് ജാഅകും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്, റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ, ഒരു ദൂതൻ
നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ. അതാണ് അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് പറയാൻ ഒന്നാമത്തെ കാരണം. നിങ്ങളുടെ വികാരങ്ങൾ അറിയുന്ന, മനുഷ്യന്റെ പ്രയാസങ്ങൾ അറിയുന്ന, മനുഷ്യന്റെ പ്രശ്നങ്ങൾ അറിയുന്ന, മനുഷ്യന്റെ ആവശ്യങ്ങൾ അറിയുന്ന, മനുഷ്യന്റെ ഇല്ലായ്മകളും മറ്റെല്ലാ പ്രയാസങ്ങളും ഒക്കെ നേരിട്ടറിയുന്ന, അനുഭവിച്ചറിയുന്ന നിങ്ങളെപ്പോലെയുള്ള, നിങ്ങളിൽ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച് വളർന്ന ഒരാളെ നിങ്ങൾക്ക് ദൂതനായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇനി നിങ്ങൾ മറ്റൊരാളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെയും നിങ്ങളുടെ ദൂതൻ നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അതിനൊക്കെയുമുള്ള പരിഹാരം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഏത് പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങൾ, മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദൈവദൂതനിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കപ്പെട്ടു തരുന്നതാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രവാചകന്റെ ഹദീസുകൾ, പ്രവാചകന്റെ വചനങ്ങൾ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, അതൊക്കെ മനുഷ്യകുലത്തിന്റെ സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുമ്പോൾ, അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഖുർആൻ ഒരിക്കലും ഒരു തിയറി പഠിപ്പിക്കുകയല്ലോ, ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്ന, വിവിധ ഘട്ടങ്ങളിൽ ആ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ആ സമൂഹം അനുഭവിക്കുന്ന സകല വിഷയങ്ങളെയും പരിശുദ്ധ ഖുർആൻ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഓരോന്നിനെ കുറിച്ചും ഖുർആൻ മറുപടി പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഒരു വിശ്വാസിയുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ പ്രതീക്ഷയുടേതായ, ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ സകല സൗകര്യങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതിനുശേഷം പരലോകത്ത് ജീവിക്കാൻ, അവിടെ വിജയിക്കാൻ ആവശ്യമായ സകല ഉപദേശങ്ങളും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെയും ഉള്ള പ്രത്യേകത നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ നിങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ തന്നെ പ്രശ്നങ്ങൾ മറ്റൊരാളോട് ചോദിക്കാൻ, മറ്റൊരാൾ പറയേണ്ട ആവശ്യമില്ലാത്ത വിധം മനസ്സിലാക്കാൻ പറ്റുന്ന പ്രവാചകൻ. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു പ്രവാചകൻ. നോക്കി, നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതനെ പറ്റി അള്ളാഹ് പറയാണ്, ഒന്നാമത് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് ദൂതനായി നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. രണ്ടാമത്തതോ, നിങ്ങൾ പ്രയാസപ്പെടുന്നത് ഒരിക്കലും സഹിക്കാത്ത പ്രവാചകൻ. അതാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് പ്രബോധനം നടത്തുന്നു ചോദിച്ചാൽ, പ്രവാചകൻ അസഹനീയമായി തോന്നുന്നു നിങ്ങൾ ഈ പോകുന്ന പോക്ക്, നിങ്ങൾ ഈ പോകുന്ന നിങ്ങളുടെ ഈ ജീവിതം, അത് നിങ്ങൾക്ക് ഈ ദുനിയാവിലും പ്രയാസമാണ്, പരലോകത്ത് നിങ്ങൾ വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടാനിരിക്കുകയാണ്. റസൂൽ തന്നെ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, തീയിലേക്ക് ചാടാൻ പോകുന്ന ഈയാമ്പാറ്റകൾ, ആ ഈയാമ്പാറ്റകളെ തടഞ്ഞു നിർത്തുന്ന ഒരു മനുഷ്യനെ പോലെയാകും ഞാൻ. പക്ഷെ ഈ പാറ്റകള് അവർക്കറിയില്ലല്ലോ ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ പാറ്റകൾ ആ മനുഷ്യനെ കൂടി കവർ ചെയ്ത് അതിനപ്പുറത്തോടും ഇപ്പുറത്തോടും ഒക്കെ പോയിട്ട് തീയിലേക്ക് തന്നെ പോയി ചാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ തന്നെ പറ്റി ഉപമിച്ചത് അങ്ങനെയാ. തീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, തീ കത്തുമ്പോ ആളിക്കത്തുന്ന തീയിലേക്ക് യാതൊരു ബോധവും ഇല്ലാതെ, ഞാനിപ്പോ ചത്തുപോകുമെന്ന് വിചാരിക്കാതെ അതിലേക്ക് എടുത്തു ചാടുന്ന പാറ്റകളെ പോലെയാണ് പലരും. അവർ നരകാഗ്നിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ അവർക്കിടയിൽ നിങ്ങൾ പോവല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തടുത്തു നിർത്തുകയാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകന് വിശ്വാസികളോടുള്ള സ്നേഹം. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകന് മാനവരാശിയോടുള്ള സ്നേഹം. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ പറ്റാത്തവനാണ് എന്ന് പറയാനുള്ള കാരണം, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അതീവ താല്പര്യമുള്ളവനാകുന്നു നിങ്ങളുടെ ഈ ദൈവദൂതൻ. മൂന്നാമത്തെ പ്രത്യേകത അതാ, നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ വിഷയത്തില് അങ്ങേയറ്റത്തെ തീവ്രമായ താല്പര്യമുള്ള ഒരു ദൂതൻ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും അത്ര താല്പര്യമില്ല നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളുടെ മക്കൾക്ക് പോലും നിങ്ങളെങ്ങനെ ആ രംഗത്തൊക്കെ രക്ഷപ്പെടണമെന്ന ചിന്തയില്ല. കാരണം അവർക്കറിയില്ല, അവർക്ക് കൂടി അറിയാത്ത കാര്യങ്ങൾ, അവർക്കില്ലാത്ത സ്നേഹം, അവർക്കില്ലാത്ത നിങ്ങളോടുള്ള താല്പര്യം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മാത്രല്ല എല്ലാ വിശ്വാസികളോടും അങ്ങേയറ്റം ദയയുള്ളവനും
കരുണയുള്ളവനുമാകുന്നു ഈ ദൈവദൂതൻ. അത്രയേറെ മനുഷ്യനുമായി ബന്ധപ്പെട്ട, അത്രയേറെ വിശ്വാസികളെ സ്നേഹിക്കുന്ന, അത്രയേറെ മാനവകുലത്തെ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ തിരിച്ച് സ്നേഹിക്കാൻ ഓരോ മനുഷ്യന്റെയും ഹൃദയം ആഗ്രഹിക്കും, ആവശ്യപ്പെടും. അത് എവിടെയാണ് ആ സ്നേഹത്തിന്റെ സ്ഥലം? അത് ഏതെങ്കിലും അങ്ങാടികളിൽ ഏതെങ്കിലും എവിടെയെങ്കിലുമുള്ള തോരണങ്ങളിലല്ല ആ സ്നേഹമുള്ളത്. അത് ഓരോ മനുഷ്യന്റെയും വിശ്വാസിയുടെയും ഹൃദയത്തിനകത്ത ആ അകത്തുള്ള സ്നേഹമാണ്. പ്രവാചകനെ കുറിച്ച് മോശമായ ഒരു വാക്ക് കേൾക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ അവന്റെ മനസ്സ് പിടയുന്നത്, അവന്റെ മനസ്സ് വിഷമിക്കുന്നത്, അതിനോട് മറുപടി പറയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്, അത്തരം ആളുകളെ തിരുത്തി പറഞ്ഞു കൊടുക്കണമെന്ന് ചിന്തിക്കുന്നതൊക്കെയും ആ പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവാചകനാണ്, അങ്ങനെയുള്ള ഒരു ദൂതനാണ് നിങ്ങൾക്ക് അള്ളാഹു അയച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ഈമാനിന്റെ ഭാഗമാണ്. അവനവൻ മനുഷ്യത്വത്തിന്റെ തന്നെ ഭാഗമാകുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി. ഓരോ മുഅ്മിനോടും അവന്റെ നഫ്സിനേക്കാൾ അടുത്തവൻ ഞാനാ. ഏറ്റവും കൂടുതൽ അന ഔലാ, ഞാനാകുന്നു ഏറ്റവും അടുത്തവൻ, ഏറ്റവും ഉറ്റ ബന്ധു ഞാനാ. ഓരോ വിശ്വാസിയുടെയും ഉറ്റ ബന്ധു ഞാനാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫമൻ തറക ദൈനൻ ഫഅലൈയ ഖളാഉഹു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കട ഉണ്ടെങ്കിൽ ആ കടക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വീട്ടിക്കോളാം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് പള്ളിയിൽ വെച്ച് പറയുന്ന ഒരു വാചകം ഉണ്ടല്ലോ, എന്താ പറയാ, ഈ മരിച്ചു കിടക്കുന്ന ആൾ ഇന്ന ആളാണ്, അയാളുടെ കടബാധ്യതയൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആദ്യകാലത്ത് ഇസ്ലാം സാമ്പത്തികമായിട്ട് വളരെ ദുർബലമായ ഒരു കാലഘട്ടത്തിൽ, മുസ്ലിം സമൂഹത്തിന്റെ കയ്യില് പണമില്ലാത്തൊരു കാലത്ത്, പരമദരിദ്രരായിട്ട് മുസ്ലിങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കയ്യിൽ തീരെ പണമുണ്ടായിരുന്നില്ല ആളുകളെ സഹായിക്കാൻ. അതുകൊണ്ട് അക്കാലത്ത് ആരെങ്കിലുമൊക്കെ മരിച്ചാല് കടബാധ്യതയുള്ളവനാണെന്ന് കേട്ടാൽ റസൂൽ പറയും, നിങ്ങൾ നിസ്കരിച്ചു, ഞാൻ നിസ്കരിക്കുന്നില്ല. കാരണം അത്തരം ആളുകൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിട്ട് കാര്യമില്ല. ഒരു കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കണമെങ്കിൽ അതിനു മുമ്പ് അയാളുടെ കടം വീട്ടണം. അപ്പൊ അങ്ങനെ കടം വീട്ടാൻ സാഹചര്യമില്ലാത്തത് കൊണ്ട് റസൂൽ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിരുന്നില്ല എന്ന് കാണാം. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഇസ്ലാമിക സമൂഹം സമ്പന്നമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി. ഓരോ വിശ്വാസിയോടും അവന്റെ കുടുംബ ബന്ധമുള്ള ആളുകളെക്കാൾ അടുത്ത ബന്ധമുള്ളവൻ ഞാനാണ്. അതുകൊണ്ട് ഫമൻ തറക ദൈന, ആരെങ്കിലും കടത്തോടു കൂടിയാണ് മരിച്ചു പോകുന്നതെങ്കിൽ, കടം ഉപേക്ഷിച്ചാണ് ആരെങ്കിലും മരിച്ചു പോകുന്നതെങ്കിൽ അത് വീട്ടേണ്ട ബാധ്യത ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ ഈ മഹലിലെ പള്ളിന്റെ പ്രസിഡന്റിന് പറയാൻ പറ്റുന്നത്, എന്താ പറയാൻ പറ്റേണ്ടത്, ഈ നാട്ടിലെ സകല മനുഷ്യനോടും ഏറ്റവും ബന്ധമുള്ളത് ഈ പള്ളിന്റെ പ്രസിഡന്റിനാണ്. അതുകൊണ്ട് ഇവിടെ ആര് മരിച്ചാലും കടമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വീട്ടിക്കൊള്ളാം. ഇതേപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അത് വെറുതെ പറയല്ല. ഈ മുസ്ലിങ്ങളായ മുഅ്മിനീങ്ങളായ സകല മനുഷ്യരും ആർക്ക് കടമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, അത് ഞാൻ വീട്ടിക്കൊള്ളാം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഓമൻ തറക്കമാലൻ വലിവർദ്ധി. ഇനിയോ മരിച്ച ആൾ കയ്യിൽ സ്വത്തോടു കൂടിയാണ് അയാൾ മരിച്ചു പോയതെങ്കിൽ അത് അയാളുടെ അനന്തരാവകാശിലോട്ടോട്ട് എനിക്ക് വേണ്ട. അപ്പൊ എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സ്വന്തം മക്കളെക്കാൾ അടുത്തവനാണ് ഒരു വിശ്വാസിക്ക്, മാതാപിതാക്കളെക്കാൾ അടുത്തവനാണ് ഒരു വിശ്വാസിക്ക്. അതുകൊണ്ടാണല്ലോ നമ്മൾ മരിച്ചാലും മയ്യത്ത് നമസ്കരിക്കാൻ പോകുമ്പോ ഈ കടം ഏറ്റെടുത്തിരിക്കുന്നു ആരാ പറയല്? മക്കളാ പറയാ. കാരണം ഏറ്റവും ഉത്തരവാദിത്തമുള്ള മോനാ പറയാ, അല്ലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു ബന്ധുവാ പറയാ. മക്കൾ മരിച്ചാലും ആര് മരിച്ചാലും ആ മരിച്ച ആളോട് ഏറ്റവും അടുത്ത ആളാരാ, അയാളാണ് ആ കടം ഏറ്റെടുക്കുക. പക്ഷെ പലരും അത് നിസ്സാരമായി കാണുന്ന, തമാശയായി കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞാൻ അതിന്റെ അവസ്ഥ പറഞ്ഞത് ഇത്രമാത്രം ബന്ധം എന്ന രീതിയിൽ ഒരു മനുഷ്യന് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണല്ലോ ഈ കടം ഏറ്റെടുക്കുക. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സകല വിശ്വാസികളുടെയും ഏറ്റവും അടുത്ത ബന്ധു ഞാനാണ്. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഒക്കെ അടുത്ത ബന്ധു ഞാനാണ്. അതുകൊണ്ട് ഈ കടം ഞാൻ ഏറ്റെടുക്കാം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇത്രക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മബന്ധമുള്ളവനാണ്.
അവന്റെ ശരീരത്തെക്കാൾ കൂടുതൽ വിശ്വാസി സ്നേഹിക്കേണ്ടവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. പരിശുദ്ധ ഖുർആന്റെ ഒരുപാട് ആയത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി അടുത്ത വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ, ആർക്കും സംശയമില്ല. അതാണ് ഞാൻ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് വിശദീകരിച്ചു പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം വിശദീകരിച്ചു പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇനി എങ്ങനെയാ സ്നേഹിക്കേണ്ടത് എന്നതാണ്. സ്നേഹിക്കേണ്ടത് എങ്ങനെയായിരിക്കണം, അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നബിയെ നീ പറയണം, നീ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക. അള്ളാഹിനെ സ്നേഹിക്കുന്നവർ റസൂലുള്ളാഹിനെ പിന്തുടരുകയാണ് വേണ്ടത്. യുഹ്ബിബുക്കുമുല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവൻ നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നതാകുന്നു. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റി സ്നേഹിക്കണം. അത് നബി പഠിപ്പിച്ചതാ. സ്വഹാബത്ത്, ഇപ്പൊ ആളുകൾ ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമില്ലേ? അതെ, സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ആര് പ്രകടിപ്പിച്ച സ്നേഹമാണ് നമുക്കുള്ളത്? സഹാബത്ത് പ്രകടിപ്പിച്ച സ്നേഹമാണ് നമുക്കുള്ളത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ സ്നേഹിച്ചത് എങ്ങനെയാണ്, അതുപോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. എങ്ങനെയാ സഹാബികൾ സ്നേഹിച്ചത്? റസൂലുള്ളാഹിനെ പിന്തുടർന്നുകൊണ്ട്, നബിനെ പിൻപറ്റിക്കൊണ്ട്. ഒരു സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടെ യാതൊരു ആഘോഷവും നബിദിനം എന്ന പേരിലോ നബി ജനിച്ച മാസം എന്ന പേരിലോ നടന്നിട്ടില്ല. 4 മാസത്തിന് ഇസ്ലാം പവിത്രത നൽകിയിട്ടുണ്ട്, ഖുർആൻ പവിത്രത നൽകിയിട്ടുണ്ടല്ലോ. പുണ്യമുള്ള മാസം, പുണ്യമായ 4 മാസങ്ങൾ എണ്ണിയ കൂട്ടത്തില് എന്തില്ല? റബീഉൽ അവ്വൽ ഇല്ല. കാരണം അതങ്ങനെ പുണ്യമാക്കപ്പെട്ട മാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലിലാണ് ജനിച്ചത് എന്ന കാര്യത്തിൽ തന്നെ സംശയമുണ്ട്, അഭിപ്രായ വ്യത്യാസ. പല ചരിത്രകാരന്മാരും വേറെ ചില മാസങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താ, അന്ന് നബി ആയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ പ്രവാചകനായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ചരിത്രം ആ രീതിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അതുകൊണ്ട് നബി ജനിച്ചത് റബീഉൽ അവ്വലിലാണെന്നുള്ള ഒരു തെളിവില്ല. ഉണ്ട്, തെളിവുണ്ടെങ്കിൽ ആ തെളിവ് മറ്റുള്ള മാസങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് സംശയം. പക്ഷെ മരിച്ചതെന്ന ഒരു സംശയവും വേണ്ട, മരിച്ചത് ചരിത്രരേഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് എന്നാണെന്നും എപ്പോഴാണെന്നും മരിക്കുന്ന സമയത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നും അപ്പൊ സഹാബികൾ എന്ത് ചെയ്യുന്നു ഒക്കെ വളരെ കൃത്യമായ രേഖയുണ്ട്. അത് റബീഉൽ അവ്വൽ 12 ആ സംശയമില്ല. അപ്പൊ പിന്നെ സത്യത്തില് നമ്മളെ ആളുകള് ആഘോഷിക്കുന്നത് ജന്മദിനമാണോ അതോ മരണദിനമാണോ എന്നത് ചരിത്രം പരിശോധിക്കുന്ന സംശയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിച്ചു വസിയത്ത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരു രൂപം പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകൻ എങ്ങനെയാണോ ഓരോ കാര്യവും നമുക്ക് കാണിച്ചു തന്നത് അതുപോലെ ചെയ്യുക എന്നതാണ്. അത് ജീവിതത്തിന്റെ ഏത് മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു അപ്പീലില്ലാത്ത സംഗതിയാണ്. അല്ലെങ്കിൽ വേറൊരു തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല ഒരു വിശ്വാസിക്ക്. എങ്ങനെ നമസ്കരിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിച്ചാൽ മതി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കേണ്ടത് എങ്ങനെയാ? നബി നിസ്കരിച്ചത് പോലെ നിസ്കരിച്ചിട്ട്, നബി നമസ്കരിക്കുന്നത് പോലെ നമസ്കരിച്ചിട്ടാണ് നബിനെ സ്നേഹിക്കേണ്ടത്. നബി നമസ്കരിച്ചത് എങ്ങനെയാണ്? റസൂലുള്ളാഹി ഇവിടെ കൈകെട്ടിയത് അത് ഇന്ന സ്ഥലത്ത് നെഞ്ചത്താ കൈകെട്ടിയത്, ഞാൻ എനിക്ക് തോന്നി കൊടുത്തു കൊട്ടു എന്ന് ചിന്തിക്കല്ല വേണ്ടത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് കൈകെട്ടിയത് എന്ന് സൂക്ഷ്മമായി അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കി അവർ തന്നെ കൈകെട്ടി ഞാൻ നമസ്കരിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് പോയത് എങ്ങനെയാണെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ തന്നെ ഞാൻ സുജൂദ് ചെയ്യും. കാരണം എന്താ? സുജൂദാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇങ്ങനെ ഇസ്ലാമികമായി നമ്മുടെ കർമ്മങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, ഈ വിശ്വാസത്തിൽ, ഇടപാടുകളിൽ, പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, കുടുംബജീവിതത്തിൽ, ഇങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് പരിശോധിച്ച് അത് മനസ്സിലാക്കി അങ്ങനെ തന്നെ ചെയ്യലാണ് ഒരു വിശ്വാസി അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അതല്ലാതെ നബി ചെയ്യാത്ത കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാത്ത കാര്യങ്ങൾ, സഹാബത്ത് ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സഹാബി ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ട് ഒരു സഹാബത്ത്. അവിടെ ഒരുപാട് വർഷങ്ങൾ ജീവിച്ച സഹാബികളുണ്ട്, ഖലീഫമാരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഖലീഫമാരായി, ഭരണാധികാരികളായി ജീവിച്ചിട്ട് അവരാരും തന്നെ ഇങ്ങനെ ഒരു ആഘോഷം റബീഉൽ അവ്വൽ കഴിച്ചിട്ടില്ല. എന്താ കാരണം? റസൂൽ പഠിപ്പിക്കാത്തതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്, സഹാബികൾ ചെയ്തിട്ടില്ല, സഹാബികൾ അനുഷ്ഠിച്ചിട്ടില്ല. എന്തുകൊണ്ട്? റസൂൽ കാണിച്ചു തരാത്തതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന കാര്യങ്ങൾ ചെയ്ത് അതേപോലെ ജീവിക്കണം. അതല്ല എന്റെ ജീവിതം മുഴുവനും പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോഴാണ് പ്രവാചക സ്നേഹം യഥാർത്ഥമാകുന്നത്, യാഥാർത്ഥ്യമാകുന്നത്. ഒരു ഹദീസില്, തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ചുള്ള ഒരു ഹദീസിൽ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദാലിക യൗമുൻ വുലിദ്തു ഫീഹി. ആ തിങ്കളാഴ്ചന്റെ നോമ്പ്, ആ തിങ്കളാഴ്ച നോമ്പിന്റെ പ്രാധാന്യം പറയാ പ്രവാചകൻ. അവിടെ പറഞ്ഞത് ദാലിക യൗമുൻ വുലിദ്തു ഫീഹി, അന്നാണ് ഞാൻ ജനിച്ചത്, തിങ്കളാഴ്ചയാണ് എന്റെ ജനനം. വയൗമുൻ ബുഇസ്തു, അന്നാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. ഔ ഉൻസില അലയ്യ ഫീഹി, അതല്ല എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടത് ആ ദിവസത്തിലാകുന്നു. അപ്പൊ എന്തായാലും തിങ്കളാഴ്ചക്ക് ഒരു പ്രാധാന്യം ഉണ്ട്. അന്ന് പ്രവാചകന്റെ ജീവിതവുമായി അതിനൊരു ബന്ധമുണ്ട്. എങ്ങനെയാണ് തിങ്കളാഴ്ച ആഘോഷിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടെങ്കിൽ ശരിക്കും വേണ്ടത് എന്താ? എല്ലാ തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കണം. അത് ഹദീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലാതെ ഈ റബീഉൽ അവ്വൽ എന്നൊരു മാസത്തിനോ അതിലെ 12-ാം തീയതിക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാധാന്യം പറഞ്ഞിട്ടില്ല. ഒരു ഹദീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർക്കും ഇല്ല. അതാണ് ചെയ്യാൻ ചെയ്തോട്ടെ, നമ്മൾ തൽക്കാലം ഒരു പിരിവ് കൊടുത്തിട്ട് രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്നവർക്കും തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. കാരണം ഇത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിൽ തന്നെ ഹജ്ജത്തുൽ വദാഓടുകൂടി ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടതാണ്. അവിടെ പിന്നെ എന്തെങ്കിലും ഒരാൾക്ക് താല്പര്യമുള്ള കാര്യം കൂട്ടിച്ചേർക്കാൻ, ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം മതത്തിൽ ഇത് നല്ല കാര്യമല്ലേ അത് കൂട്ടിക്കാളാം എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർക്കാൻ ലോകത്തൊരു വിശ്വാസിക്കും അധികാരമില്ല. അത് കണിശമായി നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് ആഘോഷിക്കാത്തത്. ഇപ്പൊ ഇവിടെ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ നാട്ടിലൊക്കെ ഓരോ വീടുകളിലും വല്ലാത്ത ആഘോഷത്തിലാണ്. അവർ പറയുന്നത് പെരുന്നാളല്ല ഞങ്ങൾ ആഘോഷം, ഈ ഈദല്ല ഞങ്ങൾ ആഘോഷം അവർ പറഞ്ഞത്. പെരുന്നാൾ അത് എല്ലാവരും ചെയ്യുന്നല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബായ റസൂൽ ജനിച്ചതാണ് പ്രധാനപ്പെട്ട. അങ്ങനെ ആക്കി തീർത്തിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ആക്കിയിരിക്കുന്നു ഈ സമൂഹത്തെ. അവരങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് എതിർക്കുന്നവർ അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയുന്നവര് പ്രവാചകനെ സ്നേഹിക്കാത്തവരാണ്. അപ്പൊ ഈ സഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ രൂപമാണ് നമ്മൾ ജനങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന സഹാബികളാണ് എന്ന കാര്യത്തിൽ ചരിത്രം വായിക്കുന്ന ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമല്ല. അവരവരുടെ ശരീരത്തെക്കാൾ കൂടുതൽ, അവരുടെ ജീവനേക്കാൾ കൂടുതൽ അവർ സ്നേഹിച്ചിരുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനൊക്കെ ഒരുപാട് തെളിവ് ഹദീസ് കാണാം. പക്ഷെ അവരാരും തന്നെ ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിച്ചില്ല. അവരാരും തന്നെ അവരുടെ വീടുകളിൽ തോരണം തൂക്കിയില്ല. അവരാരും അന്ന് പ്രത്യേകമായ ആരാധനാകർമ്മങ്ങൾ നടത്തിയില്ല. അവരാരും തന്നെ ഒരു നേർച്ചയോ ഏതെങ്കിലും ഭക്ഷണം കൊടുക്കലോ സദഖ ചെയ്യലോ ഒന്നും ആ ദിവസം പ്രത്യേകമായി ചെയ്തില്ല. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സഹാബികളെ പിൻപറ്റി ജീവിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞകളനുസരിച്ച് ജീവിക്കുക, പരിശുദ്ധ ഖുർആനും സുന്നത്തും എന്ത് പഠിപ്പിച്ചോ അതുമാത്രമാണ് ദീന് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മറ്റൊരു കാര്യം, നമ്മുടെ ഇന്നത്തെ ഇവിടെ കമ്മിറ്റിയുടെ ദഅവ പള്ളിയുടെ കളക്ഷനാണ് ഇവിടെ നടക്കുന്നത്. കാര്യമായിട്ട് നിങ്ങൾ സഹകരിക്കുക. ഇത് പറയുമ്പോൾ
എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ പിരിവിന്റെ കാര്യം പറയുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഇതില്ലാത്ത. ഞാൻ കിനാശ്ശേരിയിൽ കുത്തുക പറഞ്ഞ സമയത്ത് അവിടുത്തെ കമ്മിറ്റിക്കാർ എന്നോട് പറയും ജുമാക്ക് ശേഷം ഇങ്ങനെ അനൗൺസ് ചെയ്യണം, പിന്നെ സാമ്പത്തിക പ്രശ്നമുണ്ട് എന്ന് പറയും. അപ്പൊ ഞാൻ ഒരു ദിവസം അത് പറഞ്ഞപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാളിനോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ ഈ പിരിവിനെ കുറിച്ച്, ഞങ്ങളൊക്കെ വേറെ നാട്ടുകാരാണ്, ഞങ്ങളിവിടെ നിസ്കരിക്കാൻ വരെ നിങ്ങൾ ഈ പിരിവ് ചോദിക്കുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ തൊട്ടടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് അവസാനിപ്പിക്കണം ഈ ചോദ്യം. എന്നിട്ട് ഇതിനുള്ളൊരു സ്ഥിര വരുമാനം, നാട്ടിൽ ഇത്രയും ആൾക്കാരില്ലേ, ഈ നാട്ടിൽ ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് അവർ വിചാരിച്ചാൽ ഏറിയ ഒരു കൊല്ലം അധ്വാനിച്ചാൽ ഇതിനൊരു സ്ഥിരം വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ കലക്ഷൻ പരിപാടിയെ നിർത്താം. അങ്ങനെ ഗണാശയിലത് അനൗൺസ്, നിങ്ങൾക്കറിയാം, ഇപ്പൊ അവിടെ നിങ്ങൾ പോയി നോക്കിയാൽ ഇന്നലെ രാവിലെ ഞാൻ ആ പള്ളിക്ക് മദ്രസയിൽ സന്ദർശിക്കാൻ പോയപ്പോൾ ആ സെക്രട്ടറിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഏകദേശം 1 ലക്ഷത്തോളം രൂപ വാടക ഇനത്തിൽ കിട്ടാൻ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാഹ്, വെറും 2 കൊല്ലം കൊണ്ട് അവർ ബിൽഡിംഗ് ഉണ്ടാക്കി, വാടക കൊടുത്തു, വാടക വരുമാനമായി. ഇപ്പൊ അവരെപ്പോഴും കലക്ഷൻ എടുക്കുന്നുണ്ടോ, പക്ഷെ അവർ പിരിവെടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിനാവശ്യമില്ലാത്ത രീതിയിലേക്ക് അവർ മാറി. അപ്പൊ ഞാൻ ഇവിടുത്തെ ആൾ, ഇവിടെ പറഞ്ഞാൽ കുറെ ഈ പള്ളിക്ക് വേണ്ടി ധാരാളം ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നിങ്ങളുടെ പാരമ്പര്യമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. എനിക്കറിയാം, പള്ളിന്റെ പഴയകാലത്തെ എനിക്കറിയാം, ഒരുപാട് സമ്പന്നന്മാരുണ്ടായിരുന്ന, ഒരുപാട് ആത്മാർത്ഥതയുള്ള പണക്കാരുണ്ടായിരുന്ന സ്ഥലം. പണം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനു വേണ്ടി ചെയ്യുന്നോട് കൂടി ആവണല്ലോ. അപ്പൊ ഇവിടെ അൽഹംദുലില്ലാഹ് നമ്മുടെ കമ്മിറ്റി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് നമുക്ക് ഈ പിരിവിന്റെ ഈ ഒരു പരിപാടി അത് നിർത്തണം എന്ന് ഞാൻ പറയില്ല. കാരണം അത് ഒരു ചാൻസ് ആണ്. ആർക്ക് ഈ ഇവിടെ നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് ഒരു ചാൻസ് വേണമല്ലോ. എന്തിന്? കൂലിയിട്ടാൻ വേണ്ടിയിട്ട്. കൂലിയിട്ടാണെങ്കിൽ ഒരു കാരണമാണ്. അപ്പൊ പള്ളിക്ക് ഒരു സംഭാവന ചോദിക്കുമ്പോഴേ പള്ളിന്റെ പരിപാലനത്തിൽ നിങ്ങൾക്ക് സഹകരിക്കാൻ ചാൻസ് കൂടും. അപ്പൊ ഇതൊരു അൽഹംദുലില്ലാഹ്, ഇത് ചോദിച്ചാൽ അതൊരു കൂലി കിട്ടുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവേണ്ട കാര്യമാണ്. എനിക്കൊരു ചാൻസ് കിട്ടില്ല, ഞാൻ കൊയിലാണ്ടി പള്ളി പോയില്ലെങ്കിൽ എനിക്കൊരു ചാൻസ് കിട്ടില്ലായിരുന്നു പള്ളി പരിപാലിക്കാനുള്ള ധർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും അവസരം കിട്ടിയിരിക്കുന്നു ഈ ധർമ്മത്തിൽ, ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ അവർക്ക് സാധിക്കും. പക്ഷെ കമ്മിറ്റിക്കാരുടെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ ഇത് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കാം. അപ്പൊ ഏതായാലും രണ്ടും ഒരുപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിരിവിന് പറയുമ്പോൾ ആർക്കും ഒരു വിഷമം തോന്നണ്ട, നിങ്ങൾക്കൊരു ചാൻസ് ഇരുന്നതാണ്. ആ ചാൻസ് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു പിരിവിന് വന്നാൽ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്ത് ഞാൻ പലപ്പോഴും പറയലുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഒരു നാട്ടില് എന്റെ വീടിന്റെ ഡോറിന് തന്നെ, എന്റെ വീട്ടിന്റെ ഞാൻ അടച്ചിട്ട ഗേറ്റിന് മുമ്പിൽ തന്നെ വന്ന് എന്തിനൊരാൾ മുട്ടുന്നു, അയാൾ എനിക്ക് എന്റെ അടുത്തേക്ക് പറഞ്ഞ ചയത്തിന് എനിക്കൊരു കൂലി തരാൻ, അല്ലെങ്കിൽ പൈസ ഇട്ടാനാണെങ്കിൽ അവർക്ക് വേറെ വീട്ടിൽ പോയ പോലെ, പണം കിട്ടാനാണെങ്കിൽ അയാൾക്ക് എന്റെ വീട്ടിൽ തന്നെ വരണമെന്നില്ലല്ലോ. അതേപോലെ വേറെ വീടുണ്ടല്ലോ. പക്ഷെ എനിക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ എന്റെ വീടിന്റെ ഗേറ്റിന് എന്നെ മുട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദരിദ്രനെ, ഒരു ഫഖീറിനെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് ഈ ചാൻസ് തന്ന അല്ലാഹ് നിനക്കാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞിട്ട് ഞാൻ ധർമ്മം ചെയ്യാൻ. അപ്പൊ എന്തായി? അപ്പൊ നമ്മളെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ഈ ധർമ്മം ചെയ്യുന്നത് സന്തോഷമായിട്ട് മാറും. അതുപോലെ പള്ളിക്ക് കൊടുക്കുന്നതും ഒരു സന്തോഷമായിട്ട് മാറും. അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷേ കമ്മിറ്റിക്കാരും ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. ഇത്തരം കാര്യങ്ങളിൽ സർവാത്മന സഹകരിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് പെരുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടേറെ സഹോദരന്മാരും സഹോദരികളും ഉണ്ട്. അവരുടെ രോഗം അല്ലാഹു ശിഫിയ കൊടുക്കുമാറാകട്ടെ. നമ്മിൽ മരണപ്പെട്ടു അല്ലാഹു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين وصلى الله على محمد وعلى آله وصحبه أجمعين.